താലി. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. വീട്ടിലേക്ക് കാർ തിരിക്കുമ്പോഴേ കണ്ടിരുന്നു തന്നെയും കാത്തുന്ന പോലെ സിറ്റ് ഔട്ടിലിരിക്കുന്നവളെ. അത് പ്രതീക്ഷിച്ചു ചെന്നതുകൊണ്ടാകും ആ കാഴ്ച നൽകിയ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. പുഞ്ചിരി ചുണ്ടിൽ നിന്ന് മാറാതെ തന്നെയാണ് വണ്ടി ഒതുക്കിയതും ഇറങ്ങിയതുമൊക്കെ. അവളോട് പിണങ്ങിയിരിക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ ആ നിമിഷം താൻ മറന്നുപോയിരുന്നു. എന്നൊക്കെയോ ഒരുപാട് ആഗ്രഹിച്ചതൊക്കെ ഓരോന്നായി ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ സ്വർഗം ലഭിച്ച പോലെ. ഉള്ളിൽ ഉയർന്നു പോകുന്ന സന്തോഷം അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. മായാത്ത പുഞ്ചിരിയോടെ ഓരോന്നോർത്തുകൊണ്ടവൻ അവളുടെ അടുത്തേക്ക് നടന്നു. പെണ്ണിന്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനുണ്ട്. അപ്പോഴാണ് ഇന്നവൾ കോളേജിൽ വന്നില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നു തന്നെ. പുഞ്ചിരി പടർത്തിയ സന്തോഷത്തിന് മുകളിൽ ദേഷ്യത്തിന്റെ ഗ്രഹണം മൂടാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അടുത്ത് നിന്നവളെ നോക്കാതെ ഉള്ളിലേക്ക് നടന്നു. പെണ്ണ് പിന്നാലെ ഓടി വരുന്നുണ്ട്. ശ്രദ്ധിക്കാൻ പോയില്ല. കുറെ കൂടുന്നുണ്ട്. ഇതിപ്പോ എത്ര ദിവസമായി? വന്ന് വന്ന് ഒരനുസരണയുമില്ല. എനിക്കും അമ്മയ്ക്കും വേണ്ടി എന്തോ ചെയ്തു തരുന്ന പോലെയാണ് പഠിക്കാൻ വരുന്നതെന്ന രീതിയാണ് അവൾക്ക്. ആളില്ലാതെ തന്നെ കോളേജിലൊക്കെ താൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്നാലും അങ്ങനല്ലല്ലോ. ചോദ്യവും ഉത്തരങ്ങളും ഉള്ളിൽ ചിന്നി ചിതറിക്കൊണ്ട് അവൻ ഷർട്ട് പകുതി ഊരുമ്പോഴേക്കും പിന്നിൽ അവൾ വന്നു നിന്നു. സ്റ്റെപ്പ് സ്പീഡിൽ കയറിയതുകൊണ്ടാവും നന്നായി കിതയ്ക്കുന്നുണ്ട്. ഉയർന്നു താഴ്ന്ന അവളുടെ മാറിടങ്ങളുടെ ചലനത്തിലാണ് അവന്റെ ആക്കം എത്രത്തോളം ഉണ്ടാവുന്ന അവന് മനസ്സിലാവുന്നത്. ഇടതു കൈ നെഞ്ചിലേക്ക് വെച്ച് താളം തെറ്റിയ ഹൃദയത്തെ നേരെയാക്കാൻ നോക്കുമ്പോഴും കണ്ണുകൾ തന്നിലായിരുന്നു. നെറ്റിയിൽ പൊടിഞ്ഞു തുടങ്ങിയ വിയർപ്പ് തുള്ളിയിലും ഇനിയും മാറാത്ത ആയിപ്പിലുമധികം തന്റെ കണ്ണുകൾ പതിഞ്ഞത് പരിഭവം മുറ്റി നിൽക്കും ആ മിഴികളുടെ ചലനത്തിലായിരുന്നു. തന്റെ നോട്ടം അബദ്ധത്തിൽ പോലും അങ്ങോട്ട് ചെല്ലാതിരുന്നതിന്റെ എല്ലാ ദേഷ്യവും ഇപ്പൊ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ചുണ്ടൽപ്പം കൂർപ്പിച്ച് മുന്നിലേക്കാക്കി നിന്ന് ഒരു കൈ ഇളിയിൽ കൊടുത്ത് തന്നെ മാത്രം നോക്കുന്നവളെ കാണുമ്പോൾ വലിച്ച് നെഞ്ചിലേക്കിട്ട് അടക്കി പിടിച്ച് ആ ചുണ്ടുകളിലേക്ക് ചേക്കേറാനാണ് തോന്നിയത്. പക്ഷെ ചെയ്തില്ല. അവളുടെ ആ പരിഭവം ആസ്വദിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നിന്ന് ഷർട്ടിന്റെ അവസാന ബട്ടൺസിലേക്ക് കയ്യിലെത്തിച്ചതും പെണ്ണ് മുന്നിലേക്ക് കയറി നിന്നു. ബട്ടൺസിലിരുന്ന് തന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ അത് തുറന്ന് ഷർട്ട് അഴിച്ചു മാറ്റി. ഇതിനിടയിൽ ആ കണ്ണുകൾ ഈറനായി തുടങ്ങിയെന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് കൂടുതൽ വാശി കാണിക്കാൻ നിന്നില്ല. ഉച്ച മുതലുള്ള തന്റെ അവഗണനയിൽ തന്നെ പെണ്ണ് നന്നേ തളർന്നിട്ടുണ്ടാവും. അതിന്റെ കൂടിയാണ് ഇപ്പോ ഇതും. ഇനി തന്റെ കുഞ്ഞൊരു കുറുമ്പ് പോലും പെണ്ണ് താങ്ങിയെന്ന് വരില്ല. അതുകൊണ്ട് മാത്രം ഒന്നും മിണ്ടാതെ അങ്ങനെ അവൾക്കായി നിന്നു കൊടുത്തു. കയ്യിൽ നിന്നും വിടർത്തിയെടുത്ത ഷർട്ട് ബിന്നിലേക്കിട്ട് അവൾ പിന്നെയും മുന്നിൽ വന്ന് നിന്നു. തന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും കണ്ണുകൾ ആ കവളിലൂടെ ചാലുകൾ തീർത്തു തുടങ്ങിയിരുന്നു. ഇനിയും പിണങ്ങിയിരിക്കല്ലേ, എനിക്ക് സഹിക്കുന്നില്ല ശ്രീയേട്ടാ. പറയുന്നതിനൊപ്പം തന്നെ തന്റെ ദേഹത്തിലെ പിടിയും മുറുകിയിരുന്നു. ഞാൻ പിണങ്ങുന്നതിനാണോ ദേവാ കുറ്റം? എത്ര ദിവസമായിട്ട് നിന്നോട് പറയുക കോളേജിൽ വരെ ഒന്ന് വന്നിട്ട് പോകാൻ. എന്നിട്ട് നീ കേട്ടോ? എനിക്കിന്ന് വന്ന ദേഷ്യത്തിനുണ്ടല്ലോ, എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ പൊന്നുമോളിൽ നിന്ന് നല്ല തല്ലു വാങ്ങി കൂട്ടിയനെ. ശാസനയോളം തന്നെ കരുതലും അതിലുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിൽ തല കുമ്പിട്ട് അതുപോലെ നിന്നു. ദേവാ, ദേവാ, പ്ലീസ് ശ്രീയേട്ടാ, മനഃപൂർവ്വം അല്ല, പറ്റിയില്ല വരാൻ. അങ്ങനെ വരാൻ പറ്റാത്ത എന്ത് പ്രശ്നമായിരുന്നടി ഇന്നിവിടെ? അത് പിന്നെ പിന്നെ അത് ശ്രീയേട്ടാ, ദേവാ, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്തേലും കാര്യം പറയുമ്പോ ഇങ്ങനെ മുക്കിയും മൂളുകയും ഒന്നും ചെയ്യരുതെന്ന്. എന്തേലും കാര്യം പറയാനുണ്ടെങ്കിൽ നിനക്ക് വാ തുറന്ന് പറഞ്ഞു കൂടിയടി. അവന്റെ ആ അലർച്ച കേട്ടതും അതുവരെ നെഞ്ചിൽ പറ്റിപ്പിടിച്ചു നിന്നവൾ ദേഷ്യത്തോടെ പിന്നിലേക്ക് മാറി നിന്നു. ശ്രീ അവളെ ഒന്ന് നോക്കി. ദേഷ്യവും സങ്കടവും പരിഭവവും കൊണ്ട് പെണ്ണ് പുകഞ്ഞു നിൽക്കുകയാണെന്ന് അവന് തോന്നി. ദേവാ, ശ്രീയേട്ടനൊന്നും പറയണ്ട. എന്തേലും കാര്യം പറയാൻ വരുമ്പോഴേ ഇങ്ങനെ ചാടി തുള്ളാൻ തുടങ്ങും. എനിക്ക് വയ്യ, ഞാനൊരു കുന്തവും പറയുന്നില്ല. അടുത്തു നിന്നവന്റെ നെഞ്ചിലൂടെ ഒന്നുകൂടെ തള്ളി അവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ അവളെ പിന്നിലൂടെ വട്ടം പിടിച്ചു നിർത്തി. ശ്രീയേട്ടാ വിട്ടെ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആഹാ, അപ്പൊ നിനക്കും ദേഷ്യം വരുമല്ലേ? കൊള്ളാലോ. അതെന്താ, എനിക്ക് ദേഷ്യം വന്നൂടെ? വരാം, ഉറപ്പായും വരാം. പക്ഷെ കാര്യമുള്ള കാര്യത്തിനാവണമെന്ന് മാത്രം. അല്ലേലും ശ്രീയേട്ടന് ദേഷ്യം വരുന്നത് മാത്രമല്ലേ കാര്യം. ഞാനൊക്കെ പിന്നെ വെറുതെ നിന്ന് തുള്ളുവല്ലേ? അത് സത്യം. ശ്രീയേട്ടോ, വെറുതെ എന്റെ പേര് വിളിച്ച് കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ ദേവാ നീ? അവളെ നോക്കാതെ പാൻ്റഴിച്ച് മുണ്ടുടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. അവനെ കേട്ടിട്ട് മറുപടി പറയാതെ പെണ്ണ് റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും ശ്രീ ഓടിപ്പോയി അവളെ പിടിച്ചു നിർത്തി. ദേവാ, ഇല്ല, പറയില്ല. ഇനി മോൻ അറിയണമെങ്കിൽ നാളെ അമ്മയോ അച്ഛനോ പറയും. അപ്പോ അറിഞ്ഞാൽ മതി. ഇടുപ്പിലെ പിടി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവന്റെ കയ്യിൽ നിന്നും കുതറി. അത് പറ്റില്ല. എന്റെ ഭാര്യ പറഞ്ഞ് ഞാൻ അറിയേണ്ട കാര്യങ്ങൾ അവൾ പറഞ്ഞു തന്നെ ഞാൻ അറിയണം. അതെനിക്ക് നിർബന്ധമാണ്. അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് തോളത്ത് താടിയൂന്നി അവനത് പറയുമ്പോൾ നിശ്വാസക്കാറ്റ് അവളുടെ കഴുത്തിലും കാതിലും വന്ന് തട്ടി മാറുന്നുണ്ടായിരുന്നു. ശരീരത്തിൽ അത് സൃഷ്ടിക്കുന്ന മാറ്റങ്ങളിൽ അവളുടെ പിടപ്പ് പതിയെ കുറയാൻ തുടങ്ങി.
അത് മനസ്സിലാക്കുന്ന പോലെയായിരുന്നു പിന്നീട് അവന്റെ പെരുമാറ്റവും. ദേവാ, ദേവുട്ടോ, ഉം ശ്രീകുട്ടിയുടെ വിഷയം കൊണ്ടാണോ കൊച്ചെ നീ ഇന്ന് വരാഞ്ഞേ? അവൾ ഞെട്ടി പിന്തിരിയാൻ ശ്രമിച്ചെങ്കിലും അവളുടെ വയറ്റിലൂടെ ചുറ്റിയ കൈകൾ മുറുക്കുകയല്ലാതെ അയഞ്ഞില്ല. ശ്രീയേട്ടൻ അറിഞ്ഞായിരുന്നോ? അമ്മ വിളിച്ചു ഏട്ടനെ? ഇല്ല, അച്ഛൻ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നിട്ട്? എന്നിട്ടെന്താ? എന്നിട്ടൊന്നുമില്ലേ? ശ്രീയേട്ടന് സങ്കടമില്ലേ അവള് പോയതിൽ? അപ്പോഴേക്കും അവളുടെ തൊണ്ട ഇടറി തുടങ്ങി. ആരാ പറഞ്ഞ സങ്കടമില്ലെന്ന്? ഉറപ്പായിട്ടുമുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ ഒരുപക്ഷെ ഇതാകും ശരിയെന്ന് തോന്നി. ചുറ്റും ഒരുപാട് പേരുള്ളത് കൊണ്ടാകുമല്ലോ അവർ പരസ്പരമാകുമ്പോൾ പരസ്പരം സംസാരിച്ചും സഹായിച്ചും പോകാതെ നിവർത്തിയില്ല. അങ്ങനെ പോകുന്ന നേരത്ത് അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ പെണ്ണേ? ഉം അതൊക്കെ ശരിയാണ്. പക്ഷെ അവര് തമ്മിൽ എന്താ ഏട്ടാ ഇത്രയും പ്രശ്നം? നമ്മുടെ ശ്രീകുട്ടി ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അവക്ക് എന്താ പറ്റിയേ? അറിയില്ല മോളെ. അവളോടും അവനോടും കുറെ തവണ ഞങ്ങൾ എല്ലാരും ചോദിച്ചതാ. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. അവളും ശ്രീയേട്ടനോടും അതെന്താ? ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിൽ ഞാനും അവനുമായി വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു ദേവ. അതിന്റെ ഇടയിൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നുപോയി. അവൻ പിന്നീട് എന്റെ ലൈഫിലേക്ക് വന്നിട്ടും ഞാനതൊന്നും അവനോട് പറയാനായി ശ്രമിച്ചിട്ടില്ല. എന്തോ ഒരു ഈഗോ. സ്വന്തം പ്രവൃത്തി കൊണ്ട് ലൈഫും കുടുംബവും നഷ്ടമായിട്ട് അത് മറ്റൊരാളോട് ഏറ്റുപറയാൻ അഭിമാനം സമ്മതിച്ചില്ല. അതിനിടയിലാണ് അവനും മോളുമായുള്ള കല്യാണം. അതിലും എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ. അങ്ങനെ ആകെ വല്ലാതിരുന്ന സമയത്തായിരുന്നു അവരുടെ കല്യാണം. തുടക്കത്തിൽ ഒരുപാട് കല്ലുകടികൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ മാറി അവര് വലിയ ഹാപ്പി ആയിരുന്നു. എന്നിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ശ്രീമോൾ ആളാകെ മാറി. കാണുന്നതിനോടൊക്കെ ദേഷ്യവും വൈരാഗ്യവും. ശ്രീയേട്ടൻ അവളോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചില്ലേ? ശ്രമിച്ചു. ഒന്നല്ല, ഒരുപാട് തവണ. പക്ഷെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവൾക്ക് ഞങ്ങളെല്ലാം പെട്ടെന്ന് ശത്രുക്കളായി മാറി. അവളുടെ ദേഹത്തുനിന്ന് അവന്റെ കൈകൾ അയഞ്ഞു. വാക്കുകളിലെ സങ്കടം മുഖത്തും കണ്ടു. നിവിയേട്ടനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാനും കൂടുതൽ ചോദിക്കാൻ നിന്നില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ നമുക്കൊരു പരിധിയില്ലേടോ. എന്തായാലും നാളെ ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ട്. അച്ഛൻ വിളിച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വിളിക്കാൻ തുടങ്ങിയതാ. പിന്നെ വേണ്ടെന്ന് വെച്ചു. നേർക്കുനേർ ഇരുന്ന് കാര്യം പറയുന്നതാവും കൂടുതൽ നല്ലതെന്ന് തോന്നി. അവളും അത് ശരിവെച്ചു. അല്ലെങ്കിലും രണ്ടുപേർ പരസ്പരം മുഖം നോക്കി ഒരു കാര്യം സംസാരിക്കുന്ന പോലെ ആകില്ലല്ലോ ഈ ഫോൺ വിളി. ശ്രീയേട്ടൻ എന്നാ കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുക്കാം. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പോഴും നീ എന്താ കോളേജിൽ എത്താത്തതെന്ന് പറഞ്ഞില്ല. അവനിൽ നിന്നും അകന്നു പോകാൻ നോക്കിയവളെ ശ്രീ അതുപോലെ വട്ടപ്പിടിച്ചു വെച്ചു. അത് പിന്നെ ഈ പ്രശ്നമൊക്കെ നടന്നപ്പോൾ ഞാൻ ആകെ വല്ലാതായി. അതോണ്ടാ. ദേവാ, ഇതൊക്കെ ശരിക്കും എക്സ്ക്യൂസ്ഡ് ആണ് കേട്ടോ. അച്ഛനും അമ്മയും തന്നോട് കോളേജിൽ പോകാൻ പറഞ്ഞെന്നാണ്. അച്ഛൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടും നീ കേട്ടില്ല അല്ലേ? ദൈവങ്ങളെ, അപ്പൊ അതും അവിടെ അറിഞ്ഞോ? ചുമ്മാ അതല്ല ഇത്രയും ദേഷ്യം. അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ കണ്ണു നിറച്ച് കുനിഞ്ഞു നിന്നാൽ ജയിച്ചല്ലോ. പിന്നെ ആരും ഒന്നും പറയില്ല. ചില നേരം തോന്നും നല്ല മെച്യൂരിറ്റി ആണെന്ന്. വേറെ ചിലപ്പോ ഉണ്ടല്ലോ, കാലിൽ പിടിച്ച് ചുവലിലടിക്കാനാണ് തോന്നുക. അതുകൂടെ കേട്ടതും അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. പരിഭവം പതിന്മടങ്ങ് കൂടി. ചുണ്ടും മുഖവും ഒക്കെ കൂർത്തു വന്നു. അവനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും അതുപോലെ പൊക്കിയെടുത്ത് അവൻ പെണ്ണിനെ ചുവരോട് ചേർത്ത് നിർത്തി. കൂർത്തുന്തിയ ചുണ്ടുകളെ ഒന്ന് കടിച്ചുവിട്ട് നോക്കിയതും പെണ്ണ് ദേഷ്യം പിടിച്ച് തള്ളി നീക്കാൻ നോക്കി. പിന്നെ ഒന്നും നോക്കിയില്ല. തന്റെ ഭാരം ഒന്നായി അവളിലേക്ക് ചായച്ചു കൊടുത്തവൻ ചുണ്ടുകൾ പൂർണ്ണമായും തന്നിലേക്ക് കൊരുത്തിട്ടു. കുഞ്ഞു നോവായും പ്രണയമായും ചുംബിച്ചുണർത്തിയത് ചുണ്ടുകൾ മാത്രമായിരുന്നില്ല, അവളിൽ മൂടിക്കിടന്ന അവന്റെ പ്രണയം കൂടിയായിരുന്നു. നിമിഷങ്ങൾ പോകെ പോകെ അവളുടെ പിടച്ചിൽ നിന്നു. ദേഷ്യം വഴിമാറി. പരിഭവം പതിയെ പതിയെ പുതുഭാവങ്ങളിൽ ഉണരാൻ തുടങ്ങിയതും തള്ളി നീക്കിയ കൈകൾ അവന്റെ നഗ്നമായ ശരീരത്തെ വലിച്ച് അവളിലേക്ക് അടുപ്പിച്ച് ചായച്ചു നിർത്തി. വാശിയോടെ തന്നെ ചേർത്ത് നിർത്തിയവളുടെ കൈ അയഞ്ഞതും ശ്രീ അവളെ വിട്ട് പിന്നിലേക്ക് മാറി. അപ്പോഴേക്കും തളർന്നവൾ ആ നെഞ്ചിലേക്ക് തന്നെ വീണിരുന്നു. തന്റെ പ്രണയദംശനമേറ്റ് വാടിയ പൂ പോലെ കിടന്നവളെ കൈകളിൽ കോരിയെടുത്ത് കട്ടിൽ കിടത്തി അവനും അവൾക്കരികിലേക്ക് കിടന്നു. കൂമ്പിയടഞ്ഞ മിഴികൾ തുറക്കാതെ തന്നെ ചെഞ്ചോപ്പ് വിതറിയ മുഖം അവൾ ആ നെഞ്ചിലേക്ക് കുളിപ്പിച്ചു. അത് കണ്ടതും അവൻ അവളെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി മൊത്തത്തിൽ പൊതിഞ്ഞു പിടിച്ചു. കുറെ നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ആ മൗനത്തിന് പോലും വല്ലാത്തൊരു മനോഹാരിതയുണ്ടായിരുന്നു. പ്രണയം ഒഴുകുന്ന പുഴയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഊഷ്മളത അവരെ ഒരുപോലെ പൊതിഞ്ഞു പിടിച്ചു. അല്പം കഴിഞ്ഞ് മിത്തു അവനിൽ നിന്നും ഊർന്നിറങ്ങാൻ തുടങ്ങിയതും അവനൊന്നും മറിഞ്ഞ് അവളെ അടിയിലേക്കാക്കി. എങ്ങോട്ടാ? വിശക്കുന്നില്ലേ? അവന്റെ വിരിമാറിലെ രോമത്തിലൂടെ വിരലിട്ട് കറക്കിയവൾ ചോദിച്ചു. വിശക്കുന്നുണ്ട്. നന്നായി തന്നെ.
കീഴ്ച്ചുണ്ട് ഉള്ളിലേക്ക് കടിച്ചു പിടിച്ച് ആർദ്രമായി അവളുടെ ചെവിക്കരികെ നിശ്വാസം തട്ടും പോലെ പറഞ്ഞതും അവളിൽ ആലസ്യത്തിലായിരുന്ന രോമരാജികൾ ഓരോന്നും അവൻ എന്ന പോലെ എഴുന്നേന്നു. ശ്രീയേട്ടാ, വല്ലാത്തൊരു പിടപ്പോടെ അവൾ വിളിച്ചുപോയി. മൂക്കുകൊണ്ടും നാവുകൊണ്ടും അവളുടെ മുഖങ്ങളിൽ അങ്ങിങ്ങായി അവൻ നറുചുംബനങ്ങൾ നൽകുന്നതിനൊപ്പം അവൻ മൂളി. ഓരോ തവണയും അവന്റെ ചുണ്ടുകൾ പതിയുന്നിടം പിന്നെയും പിന്നെയും അവന്റെ ചൂടറിയാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. വിവേകത്തെ വികാരം കൈയടക്കി തുടങ്ങി. ദേവാ, ദേവാ, ഇനിയും ഈ കാത്തിരിപ്പ് പറ്റില്ല പെണ്ണെ. വല്ലാത്ത കൊതിയാവുന്നു നിന്നെ അറിയാൻ. നിന്റെ സമ്മതവും ഇഷ്ടവുമൊക്കെ കൊണ്ട് നമ്മളൊരു ജീവിതം തുടങ്ങൂന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ചില നേരം എന്നിൽ നിറയുന്നത് നിന്നോടുള്ള കൊതിയാണ്. വല്ലാത്ത ആഗ്രഹമാണ്. നീ എന്ന പെണ്ണ് എന്റെ മാത്രമായിരിക്കണമെന്നുള്ള ആഗ്രഹം. ഞാൻ ഇപ്പോഴും ശ്രീയേട്ടന്റെ ആണല്ലോ. അങ്ങനല്ല ദേവാ. അവൻ അവളുടെ താടിത്തുമ്പിൽ മുത്തി കഴുത്തുടക്കിലേക്ക് മുഖം പൂഴ്ത്തി. വിരലുകൾ വലിച്ചു താഴ്ത്തിയ സിപ്പിനൊപ്പം അവളുടെ ചുരിദാറും പിടിച്ചു താഴ്ത്തി. പ്രതീക്ഷിക്കാതെ വന്ന പ്രവൃത്തിയിൽ അവൾ ഒന്ന് പിടഞ്ഞുപോയി. ശരീരം വല്ലാത്തൊരു കോരിത്തരപ്പിൽ പിടഞ്ഞു. പാതി കാണുന്ന അവളിൽ മറയ്ക്കപ്പെടും മുന്നേ തന്നെ അവൻ അവളുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. അപ്പോ അടുത്ത ഭാഗവുമായി നമുക്ക് നാളെ കാണാമേ. അപ്പൊ കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.